വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ 26ാമത്തെ നക്ഷത്രമായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രം. ആ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും ആ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ പൊതുവായിട്ടുള്ള ഗുണത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ ഏതൊക്കെ ദേവതാ സങ്കല്പത്തെ ഏതൊക്കെ ഗ്രഹത്തെ ആരാധിക്കണം എന്നുള്ളതും അവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളുമാണ് വിവരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉത്രട്ടാതി നക്ഷത്രം, സംസ്കൃത നാമം ഉത്തരഭാദ്രപദം. അഹിർബുദ്ധനെയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. നക്ഷത്രാധിപതി ശനിയാണ്, രാശ്യാധിപതി ഗുരുവാണ്. ശനിയുടെ നക്ഷത്രമാണ്, വ്യാഴത്തിന്റെ രാശിയിലാണ് ഈ നക്ഷത്രം ഉൾപ്പെടുന്നത്, മീന രാശിയിലാണ് ഉൾപ്പെടുന്നത്. ഈ നക്ഷത്ര ജാതരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്യരുടെ ദുഃഖവും വേദനയും ഒക്കെ മനസ്സിലാക്കി അതിൽ പങ്കു ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വിശാല മനസ്ഥിതി ഉള്ളവരും അന്യരുടെ ഗുണവും ദോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുന്നവരും സഹാനുഭൂതിയോടുകൂടി മറ്റു ജീവികളോടും മനുഷ്യരോടും പെരുമാറുന്നതുമായിട്ടുള്ള വ്യക്തികളാണ് ഉത്രട്ടാതി. ആത്മനിയന്ത്രണം കൂടുതലായിട്ടുള്ളവരാണ് ഇവർ. മനസ്സിലെ ഭാവഭേദങ്ങളെ മറച്ചു പിടിക്കും. മീനൻ രാശി മോക്ഷത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ ഒരു സൂചകമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആ നക്ഷത്രക്കാർ, ഉത്രട്ടാതി നക്ഷത്രക്കാർ, ആ മോക്ഷത്തിന് വേണ്ടിയിട്ടും പാരമ്പര്യത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നവരും സംസാരിക്കുന്നവരും ആധ്യാത്മിക വിഷയത്തിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളും വേദാന്തികളും ആയിരിക്കും. ഉള്ളു മറച്ചു വെച്ച് സംസാരിക്കില്ല, ഉള്ളതുപോലെ പറയും, ഉള്ളിലുള്ള കാര്യം തുറന്ന് പറയും. അതുകൊണ്ടുള്ള ശത്രുതകളും ഒരുപാടൊക്കെ അനുഭവിക്കുന്നവരാണ് അവർ. ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. നിഗൂഢമായ കാര്യങ്ങൾ, പാരമ്പര്യമായ കാര്യങ്ങൾ, ഗൂഢമായ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ വ്യാഴത്തിന്റെ രാശിയാവുകൊണ്ടും മീനൻ രാശി 12ാമത്തെ രാശിയാവുകൊണ്ടും ഉത്രട്ടാതി നാളുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യവും ഉത്പത്തിയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഇവരുടെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു നിഗൂഢത എല്ലാ പ്രവൃത്തിയിലും കാണും. അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് പുറത്ത് പറയത്തില്ല. മറ്റുള്ളവരുമായിട്ട് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളോ സുഖമോ ദുഃഖമോ ഒന്നും ഷെയർ ചെയ്യാൻ ഇത്തിരി വിമുഖത ഉള്ള ആൾക്കാരുമാണ് ഇവർ. സ്വന്തം പ്രയത്നം കൊണ്ടാണ് ധനം ഉണ്ടാകുന്നത്, സ്വന്തം പ്രയത്നം കൊണ്ടാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. തന്നെയാണ് അവർ ആദ്യം വിശ്വസിക്കുന്നത്. മറ്റുള്ളവർ അധികം വിശ്വസിച്ചൊരു കാര്യത്തിലും ഇറങ്ങിയാൽ അത്ര ഗുണമായി വരത്തില്ല. തൻ്റെ കഴിവ്, യോഗ്യത, തൻ്റെ വരുമാനം ഇതിലൊക്കെ തന്നെയാണ് അവർ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. താൻ തന്നെയാണ് തൻ്റെ രാജാവ് എന്ന രീതിയിൽ തന്നെയാണ് അവർ പെരുമാറുന്നതും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കി എടുക്കുന്നത്. പ്രവൃത്തിയിലൊക്കെ നേരും നിറയും ഉണ്ടാവും, ഭൂതതയും ഉണ്ടാവും, പ്രയത്നശീലം ഉണ്ടാവും, സുഖഭോഗ തൽപരത ഉണ്ടാകും. വ്യാഴത്തിന്റെ രാശിയും കൂടെയാണത്. സുഖഭോഗ തൽപരത, ലൗകിക ജീവിതത്തിലൊക്കെ ഗുണം അനുഭവിക്കാൻ വേണ്ടിയുള്ള താല്പര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകും. ഈ ലൗകിക ജീവിതത്തിനോടൊപ്പം തന്നെ ആത്മീയ ജീവിതത്തിലും വ്യാപരിക്കാൻ കഴിവും യോഗ്യതയും ഉള്ളവരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ഏർപ്പെടും. കാര്യം ഇതൊരു ഉഭയരാശിയാണ്. മീനൻ രാശി എന്നത് ഉഭയരാശിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ജോലി ഇരിക്കെ തന്നെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കും. ഒരു വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊന്നിനും കൂടെ ഇടപെടും. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട വിപത്തിയും കഴിവും യോഗ്യതയും ഉള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രം ജനിച്ച വ്യക്തികൾ. ഏത് കാര്യത്തെയും തുറന്ന മനസ്സായിട്ട് സമീപിക്കും. സന്താനങ്ങൾ എന്നുള്ള ഗുണവും സന്താന സൗഖ്യതയും പൊതുവെ ഇവർക്ക് അനുകൂലമായിരിക്കും. അതുപോലെ ഇവർ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് വശംവദരാകും. മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയും അമിതമായിട്ട് അങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളിൽ നിന്ന് ചതി പറ്റാം. സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം. സൗഹൃദങ്ങളിൽ നിന്ന് മനോവിഷമങ്ങളും ഉണ്ടാവാം. മറ്റുള്ളവർ എന്തു പറയുന്നോ അതിനെ പെട്ടെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് അവരോട് പ്രവർത്തിക്കുകയും തിരിച്ചു കിട്ടുന്നത് അത്ര നല്ലതല്ലാത്ത ഫലങ്ങളും ആയിരിക്കുകയും ചെയ്യും. അത് ബന്ധുജനങ്ങളിൽ നിന്നാണെങ്കിലും സൗഹൃദങ്ങളിൽ നിന്നാണെങ്കിലും സൂക്ഷിക്കുക. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ധാരാളം ചെലവ് ചെയ്യും. അല്പസ്വല്പം ആഡംബരത്തോടു കൂടി തന്നെ ചെലവ് ചെയ്യും. ഏത് പരിതസ്ഥിതിയിലും പെട്ടെന്ന് ഇണങ്ങിച്ചേരും. ഏത് വിരുദ്ധ ഭാവത്തിലുള്ള വ്യക്തികളുമായിട്ടാണെങ്കിലും പെട്ടെന്ന് ഇവർ മിങ്കിളിയും, പെട്ടെന്ന് ഇഴകിച്ചേർന്ന് പെരുമാറും. ആ സാഹചര്യങ്ങളുമായിട്ട് മനസ്സിനെ അവർ പാകപ്പെടുത്തിയെടുക്കും. അതുപോലെ ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കും. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യിക്കും. താൻ തന്നെ ചെയ്യേണ്ട കാര്യം ഒരു കസേരയിലിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് നല്ല സൗഹൃദത്തിൽ അവരെ കൊണ്ട് ചെയ്ത് അത് ഭംഗിയാക്കും. ഒരു നേതൃഗുണം ഉള്ള വ്യക്തികളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പൊതുവെ വ്യാഴത്തിൻ്റെയും ആദിത്യൻ്റെയും രാശിയിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ 10 പേരുടെ മുന്നിൽ ഒരു നേതൃഗുണം ഉള്ളവരാണ്. 10 പേരുടെ മുന്നിൽ മാനമുള്ളവരാണ്, സ്ഥാനമുള്ളവരാണ്, പദവി ലഭിക്കുന്നവരാണ്. വ്യാഴത്തിന്റെ രാശിയിലും അതുപോലെ ആദിത്യന്റെ രാശിയിൽ ജനിക്കുന്ന നക്ഷത്രക്കാരൊക്കെ അങ്ങനെയാണ്. ഇവരും അങ്ങനെ തന്നെയാണ്. കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളൊക്കെ അങ്ങ് ഏറ്റെടുത്ത് അതൊക്കെ അങ്ങ് പരിഹരിച്ചു കൊടുക്കും.
അതുപോലെ ഇവർക്ക് ലഹരി ശീലം ഉണ്ടായാൽ അത് മാറ്റിയെടുക്കാൻ പാടാണ്. മദ്യം തുടങ്ങിയുള്ള ലഹരി ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൗകിക ജീവിതത്തിന് വലിയ വിലയൊന്നും നൽകത്തില്ല. ഉത്രട്ടാതി നക്ഷത്രം ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഏതൊക്കെ നക്ഷത്ര ജാതരുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നക്ഷത്ര ജാതരെ ഒഴിവാക്കണം, ഏതൊക്കെ നക്ഷത്ര ദിനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങളിൽ നിന്ന് ഏതൊക്കെ നക്ഷത്ര ദിനത്തെ ഒഴിവാക്കണം എന്ന് ചിന്തിച്ചാൽ അവർ ജനിച്ചതിന്റെ 3ാമത്തെയും 5ാമത്തെയും 7ാമത്തെയും നാളായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7 നക്ഷത്രങ്ങളായിട്ടുള്ള അശ്വതി, കാർത്തിക, മഹീരം 3ാമത്തെ 5ാമത്തെ 7ാമത്തെ നാളാണ്. ആ നക്ഷത്ര ദിനത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ അവരുമായി ബന്ധപ്പെട്ടുള്ള നൂതനമായ സംരംഭങ്ങളും കൂട്ടുകെട്ടും നൂതനമായ സംരംഭങ്ങളും മംഗളകർമ്മങ്ങളും ഒക്കെ ഒഴിവാക്കുക. അതുപോലെ അശ്വതി, കാർത്തിക, മഹീരം തുടങ്ങിയ നക്ഷത്ര ജാതരുമായിട്ടും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സൗഹൃദങ്ങൾ ഒഴിവാക്കുക. ഇതിൽ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കൾ എന്നുള്ള വ്യക്തികൾ ഈ പറഞ്ഞ 3 നക്ഷത്രത്തിൽ വന്നാൽ, അശ്വതി, കാർത്തിക, മഹീരം നാളിൽ വന്നാൽ, 3ാമത്തെ 5ാമത്തെയും 7ാമത്തെയും നാളായിട്ട് വന്നാൽ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് സൗഹൃദം ഒഴിവാക്കണമെന്ന ജ്യോതിഷത്തിൽ പറയുന്നില്ല. രക്തബന്ധത്തിന് ഈ വിഷയത്തിൽ നിങ്ങൾ കൂട്ടേണ്ട കാര്യമില്ല. അന്യത പുറമേയുള്ള സൗഹൃദങ്ങളും പുറമേയുള്ള ബന്ധങ്ങളും ഈ നക്ഷത്രത്തിലാണെങ്കിൽ അവരിൽ നിന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനുകൂലത വളരെ കുറഞ്ഞിരിക്കുമെന്ന് അർത്ഥം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഏത് ദേവതയെ, ഏത് ഗ്രഹത്തെ എല്ലാ കാലവും ഭജിക്കണമെന്ന് ചോദിച്ചാൽ ആ നക്ഷത്രത്തിന്റെ, ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപതി എന്ന് പറയും നക്ഷത്രാധിപതി ശനിയാവുകൊണ്ട് എല്ലാ കാലവും ശനീശ്വര പ്രീതി വേണം. ശിവനെയും ശാസ്താവിനെയും ഭജിക്കുക, നവഗ്രഹങ്ങളിൽ ശനിയും എല്ലാ കാലവും ഭജിക്കുക. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ബാല്യ, കൗമാര, യൗവനാദി കാലങ്ങളിലെല്ലാം ശനീശ്വര പ്രീതി വേണം. അതുപോലെ ചന്ദ്രലഗ്നാധിപതി വ്യാഴമായതുകൊണ്ട് വ്യാഴഗ്രഹത്തെയും വിഷ്ണുവിനെയും എല്ലാ കാലവും ഭജിക്കുന്നതും ഇവരെ സംബന്ധിച്ച് കർമ്മവും കീർത്തിയും ദേഹസൗഖ്യതയും ഒക്കെ നൽകുന്നതിന് പര്യാപ്തമാണ്. ഈ പറഞ്ഞ ദേവതാ സങ്കല്പത്തിന് പ്രായങ്ങളൊന്നും നോക്കണ്ട, എല്ലാ കാലവും ഭജിക്കുന്നത് നല്ലതാണ്. ഇനി ദശാകാലം കൊണ്ട് ഏതൊക്കെ ദേവതകളെയാണ് ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവർ ജനിക്കുന്നത് ശനിയുടെ ദശയിലാണ്. ശനി 19 വർഷമാണ് പൊതുവെ പറയുന്നതെങ്കിലും അർദ്ധാംശം വെച്ച് കൂട്ടുന്ന പക്ഷം ശനി പൊതുവെ ഒരു 10 വയസ്സ് വരെയൊക്കെ ഉണ്ടാകുമെന്ന് കൂട്ടാം. ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും തന്നെ അരിഷ്ടതാ ക്ലേശങ്ങൾ ഉണ്ടാവാൻ യോഗ്യതയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആ അരിഷ്ടതാ ദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ശിവനെ തൊഴുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക ക്ഷേത്രങ്ങളിൽ. അതുപോലെ ആ സമയത്തുള്ള വിദ്യാഗുണം അനുഭവത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണപ്രീതിയും ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് ബാല്യകാലത്തെ വിദ്യാഭ്യാസ ഗുണത്തിന് ഏറ്റവും ഗുണം നൽകും. 10 വയസ്സിന് ശേഷമുള്ള 17 വർഷം ഇവർ അനുഭവിക്കുന്നത് ബുധന്റെ ദശയാണ്. ബുധന്റെ ദശ പൊതുവെ ഇവർക്ക് ഒരു മധ്യമ ഫലം മാത്രമേ നൽകത്തുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇവർ സ്ഥിരമായി കൃഷ്ണനെ തൊഴണം. അവതാരമൂർത്തികളായിട്ടുള്ള കൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹമൂർത്തി തുടങ്ങിയുള്ള ദേവതാ സങ്കല്പത്തെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നതും ബുധഗ്രഹത്തെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നതും ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെയും ശ്രീകൃഷ്ണന് ബുധനാഴ്ച ദിവസങ്ങളിൽ തുളസിയില കൊണ്ട് പുരുഷസൂക്ത മന്ത്രം ജപിച്ചുള്ള അർച്ചനയോടുകൂടി ആരാധിക്കുന്നവർക്ക് വിദ്യാഗുണം നൽകും, വിദ്യാഭ്യാസത്തിന് അനുഭവ ഗുണം നൽകും. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് യൗവന കാലഘട്ടത്തിൽ ഒരു 20 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് നല്ല കുടുംബ സൗഖ്യതയ്ക്കും ഗുണം നൽകുന്നതാണ്. കുടുംബത്തിന്റെ ഗുണം, ദാമ്പത്യ സൗഖ്യത, നല്ല വിവാഹം ഇതൊക്കെ കിട്ടുന്നതിനും നല്ലതാണ്. ആ 27 വയസ്സിന് ശേഷമുള്ള 7 വർഷം അവർക്ക് കേതുവിന്റെ ദശയാണ്. മനസ്വസ്ഥത കുറയും. വേണ്ടപ്പെട്ടവർക്ക് അത്ര അനുകൂലപ്പെട്ട കാലമായിരിക്കണമെന്നില്ല. അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയുള്ള ബന്ധങ്ങളിൽ അല്പസ്വല്പം ക്ലേശങ്ങളൊക്കെ വരാം. കാര്യങ്ങൾ പതുക്കെ മാത്രമേ നടക്കത്തുള്ളൂ. എല്ലാ കാര്യവും ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രമേ പൂർണ്ണമാവാൻ യോഗ്യതയുള്ളൂ. 27 വയസ്സിന് ശേഷമുള്ള 7 വർഷം അനുഭവിക്കുന്ന കേതുവിന്റെ ദശയിലാണ്. ആ കാലഘട്ടത്തിൽ ഇവർ ചെയ്യേണ്ടത് ഗണപതിയെ ആരാധിക്കുക, ഗണപതി പ്രീതി വരുത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെ സ്ഥിരമായിട്ട് തൊഴുക, ഗണപതിക്ക് ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ചുള്ള അർച്ചന ചെയ്യുക, കറുകമാലയിട്ട് പൂജ നടത്തുക, കറുകമാല ഭഗവാന് ചാർത്തി പൂജ നടത്തുക. ഈ ഒരു വിഷയം ചെയ്യുന്നതുകൊണ്ട് ആ കേതു ദശയുടെ പോരായ്മകൾ ഒരുപാട് കുറഞ്ഞിരിക്കും. അതുപോലെ നവഗ്രഹങ്ങളിൽ കേതുവിനെ ആരാധിക്കുന്നതും ഗുണമായിരിക്കും. 34 വയസ്സിന് ശേഷമുള്ള 20 ആണ്ടോളം ഏകദേശം 54 വയസ്സ് വരെ ഇവർ അനുഭവിക്കുന്നത് ശുക്രന്റെ ദശയാണ്. ശുക്രദശാ കാലഘട്ടം ഇവർക്ക് മധ്യമമായ ഫലമാണ് നൽകുന്നത്. ശുക്രന്റെ ദശാകാലഘട്ടത്തിൽ പൊതുവെ അവർ ആരാധിക്കേണ്ടത് മഹാലക്ഷ്മിയെയാണ്. മഹാലക്ഷ്മി പ്രീതി വരുത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിച്ചുള്ള അർച്ചന ചെയ്യുക. മാസത്തിലൊരു വെള്ളിയാഴ്ച ഗണപതിക്ക് പൂജ നടത്തുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നത് കർമ്മരംഗത്തിന് ഗുണം നൽകും, കർമ്മത്തിന് ഉയർച്ച നൽകും. കർമ്മവുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകളോ
വീഴ്ചകളോ താഴ്ചകളോ കർമ്മഭംഗമോ ഉണ്ടെങ്കിലും അതിനൊക്കെ മാറ്റം ഉണ്ടായി മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. മഹാലക്ഷ്മി പൂജ വെള്ളിയാഴ്ച ചെയ്യുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിച്ചുള്ള അർച്ചന ചെയ്യുക. മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഗണപതി ഹോമം ചെയ്യുക. ശുക്രഗ്രഹത്തെ ആരാധിക്കുക. ഇതാണ് ഇവർ ശുക്രദശാകാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. 54 വയസ്സിന് ശേഷമുള്ള 6 വർഷത്തോളം ഇവർ ആദിത്യ ദശയാണ് അനുഭവിക്കുന്നത്. ആദിത്യൻ ഇവരെ സംബന്ധിച്ച് ചന്ദ്രാൽ 6ാം ഭാവാധിപതിയാണ്, രോഗാധിപതിയാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ നട്ടലിനെ ബാധിക്കുന്നോ ശിരസിനെ ബാധിക്കുന്നോ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ വീഴ്ചയോ താഴ്ചയോ എല്ല് തുടങ്ങിയ കാര്യങ്ങളിൽ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടാവാം. 54 വയസ്സിന് ശേഷമുള്ള 6 വർഷത്തോളം ആദിത്യന്റെ ദശയാണ്. ആ സമയത്ത് അവർ ആരാധിക്കേണ്ടത് ധന്വന്തരി മൂർത്തിയെയും അതുപോലെ മൃത്യുഞ്ജയ രുദ്രനെയുമാണ്. ധന്വന്തരി മൂർത്തിക്ക് അല്ലെങ്കിൽ കൃഷ്ണന് അല്ലെങ്കിൽ വിഷ്ണുവിന് ധന്വന്തരി മന്ത്രാർച്ചന സ്ഥിരമായിട്ട് ചെയ്യുക. അതുപോലെ മഹാദേവന് ശിവന് മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയാർച്ചനയൊക്കെ സ്ഥിരമായിട്ട് 6 വർഷം അവർ ചെയ്യേണ്ടതാണ്. 60 വയസ്സിന് ശേഷമുള്ള 10 വർഷത്തോളം അവർ അനുഭവിക്കുന്നത് ചന്ദ്രദശയാണ്. അവർക്ക് അല്പം അനുഭവ ഫലം ഗുണം ലഭിക്കുന്നതാണ്. ചന്ദ്രദശയിൽ ദുർഗാപ്രീതിയാണ് വേണ്ടത്. ദുർഗയെ ആരാധിക്കുക. ദുർഗാ ഭഗവതിയെ സ്ഥിരമായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആരാധിക്കുന്ന യഥാശക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണമായിരിക്കും. അതിനുശേഷമുള്ള 7 വർഷത്തോളം അവർക്ക് കുജദശ കാലമാണ്. ആ കാലഘട്ടത്തിൽ അവർ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക, സുബ്രഹ്മണ്യനെ ആരാധിക്കുക. ഉത്രട്ടാതി നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.